വന്യജീവി ആക്രമണവും മരണവും വയനാട്ടിൽ ഉൾപ്പെടെ സ്ഥിരം സംഭവമായി മാറുകയാണ്. വനത്തിലും വനത്തോട് ചേർന്നും ജനവാസ മേഖലയിലും എന്ന് വ്യത്യാസമില്ലാതെ ആക്രമണം പതിവാകുന്ന കാഴ്ച. ഒരാഴ്ചയിൽ 4 പേര് മരിക്കുന്ന അവസ്ഥ. വന്യജീവികളെ പ്രതിരോധിക്കാനല്ല, ഇല്ലെങ്കിൽ അതിന് സാധിക്കാത്തത് മാത്രമല്ല, അവ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനും നിരവധി കാരണങ്ങളുണ്ട്. ഫെൻസിംഗ് അപര്യാപ്തമാണ്, മതിയായ വനപാലകരില്ല, കാടുടങ്ങുന്ന സമയമാണ്, ആളുകൾ കാട്ടിൽ അതിക്രമിച്ചു കയറുന്നു, അങ്ങനെ നീളുന്നു ആ കാരണങ്ങൾ. കുറച്ചു കാലമായി കണ്ടുവരുന്ന മറ്റൊരു ട്രെൻഡിനെ കുറിച്ചാണ് ഡീകോഡ് ചെയ്യുന്നത്. അതായത് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ പൊതുസമൂഹം സെൻസേഷണലിസത്തിന് പുറകെ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറും. വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണത്. അത് കാട്ടാനിറങ്ങലിൽ മാത്രം ഒതുങ്ങേണ്ടതുമല്ല. വൈകാരികമായി പലരും വെടിവെച്ചു കൊല്ലണമെന്ന് പറയുമെങ്കിലും അതല്ല ആധുനിക മനുഷ്യരായി നമ്മുടെ ചിന്തയിൽ വരേണ്ടത്. ക്ലൈമറ്റ് ചേഞ്ച് ഉൾപ്പെടെയുള്ള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ കടന്നുപോകുന്ന അതിഭീകരമായ പല അവസ്ഥകളുണ്ട്. അതുകൂടി അഡ്രസ് ചെയ്യപ്പെടേണ്ടതുണ്ട്, ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതിലുള്ള സംശയങ്ങൾക്ക് മറുപടിയുമായി ആനിമൽ സയന്റിസ്റ്റ് ശ്രീ വിജയകുമാർ ബ്ലാത്തൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സർ. നമസ്കാരം. ഈ വന്യജീവി ആക്രമണം തുടർക്കഥയാവുന്നു. നമ്മൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് ഇപ്പം 4 പേരാണ് ഒരാഴ്ചയിൽ മരണപ്പെടുന്നത് വന്യജീവി ആക്രമണത്തിൽ. അപ്പം എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതും ഇപ്പോൾ ഒരു മരണം തുടങ്ങിക്കഴിഞ്ഞാൽ ഡെയിലി മരണങ്ങളിലേക്ക്, ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലേക്ക് വന്യജീവി ഇറങ്ങി എന്നുള്ള വാർത്തകളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്തുകൊണ്ടുണ്ടാവുന്നു? വന്യജീവി ആക്രമണങ്ങൾ പഴയ കാലം മുതലേ നമ്മുടെ കേരളത്തിലെ എല്ലാ കാടുകളോട് ചേർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കാറുണ്ട്. പക്ഷെ കുറച്ചു കാലമായിട്ട് നമ്മളെ കേരളത്തിൽ ഇപ്പോഴും ഇവയുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് പ്രധാനം. കൂടാതെ അത് നമ്മുടെ മാധ്യമ ശ്രദ്ധയിലേക്ക് കൂടുതലായിട്ട് വരുന്നു. ആളുകള് കൂടുതലായിട്ട് നമ്മുടെ മാധ്യമങ്ങളുടെ ചർച്ചകളിലേക്ക് അത് ഇടം പിടിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അതേസമയം എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾക്കപ്പുറം ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമുള്ള വൈകാരിക പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ചർച്ചകൾ നീണ്ടുപോകുന്നില്ല. വീണ്ടും ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അത്തരം കാര്യത്തെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ആ താൽക്കാലികമായിട്ടുള്ള അതിനുള്ള പരിഹാരങ്ങളോ അല്ലെങ്കിൽ നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളെയൊക്കെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉടനുടൻ ഉള്ള ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതല്ലാതെ ആത്യന്തികമായിട്ടുള്ള ഈ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ സജീവമാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ സർക്കാരിന് പലതരത്തിലുള്ള പല ഭാഗങ്ങളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങൾ? അത് കൃത്യമായിട്ട് പാലിക്കപ്പെടുന്നുണ്ടോ? സർക്കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യ പോലുള്ള ഒരു സ്റ്റേറ്റിന്, ഫെഡറൽ സംവിധാനമുള്ള ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങള്, ചില സംസ്ഥാന സർക്കാരുകൾക്ക് അതിൽ ചില പരിമിതികളുണ്ട്. 1972 വന നിയമങ്ങൾ, വന്യജീവി നിയമങ്ങളിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ട് സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഭരണകൂടത്തെ, നമ്മുടെ പോലെയുള്ള ഇന്ത്യ പോലെയുള്ള ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പൗരന്റെ ജീവൻ എന്നുള്ളതാണ്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കടമകളിൽ ഒന്ന്. അതിനപ്പുറം മാത്രമേ ഉള്ളൂ നമ്മുടെ ലോകത്തുള്ള എല്ലാ നിയമങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പൗരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഭരണഘടന പോലും സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് താഴെ മാത്രമേ വരുള്ളൂ നമ്മുടെ ഏത് തരത്തിലുള്ള വന്യജീവിയായാലും ഏത് തരത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങളായാലും. അപ്പോൾ ആ ഒരു കാര്യത്തില് ചില സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് കടുവകളെയും ആനകളെയും സംരക്ഷിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനം തന്നെയാണ്. നമുക്കറിയാം, നമ്മളത് കൈകാര്യം ചെയ്യുന്നത് ശരിയായ രീതിയിലാണോ എന്നുള്ളതാണ്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി മാറ്റേണ്ടതായിട്ടില്ലേ? ഈ സമീപകാലങ്ങളിലെ സാഹചര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ സെൻസേഷണൽ എലമെന്റ് കൂടി അതിലേക്ക് വരുമ്പോൾ സെൻസേഷണൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വൈകാരികമായിട്ടുള്ള ഒരു വലിയ സംഭവം തന്നെയാണല്ലോ ഒരാളുടെ മരണം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനോപാധികളും ഒക്കെ നഷ്ടപ്പെടുന്നു. അതിലെ ചിലപ്പോൾ ഗൃഹനാഥൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഏണിംഗ് മെമ്പർ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതിന് പകരം വെക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരും. കൂടാതെ ഇതൊരു ഭീതിയുടെ ഒരു സാഹചര്യം പൊതുവായിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ നിലനിർത്തും എന്നുള്ളതാണ്.
നമ്മളെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റാൽ നമ്മുടെ സാധാരണമായിട്ടുള്ള ജീവിതം തുടരാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോവുക, കുട്ടികൾ സ്കൂളിൽ പോവുക, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നടക്കാതാകുന്ന ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മളുടെ ആ സാധാരണ കാര്യം വനങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ? വനങ്ങളിൽ നടക്കുന്നത് സാധാരണമായ, ഇല്ലെങ്കിൽ ഈ പറയുന്ന വന്യജീവികൾക്ക് നടക്കുന്നത് ഒരു സാധാരണമായിട്ടുള്ള കാര്യമാണ്. അസാധാരണമായിട്ടുള്ള സംഭവങ്ങളിലേക്ക് ഇല്ലെങ്കിൽ അവസ്ഥകളിലേക്ക് വനം മാറുന്നുണ്ടോ? വനങ്ങളിൽ മാത്രമല്ല ഇപ്പോഴും നടക്കുന്നത്, വനത്തിനോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ. അപ്പോഴും വനത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് വേറെ തന്നെ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ ചിലപ്പോൾ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളുടെ ഇടയിലൊക്കെ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ വേറൊരു വിധത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വേറെയും കുറെ സങ്കീർണമാണ് വിഷയം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല സെറ്റിൽമെന്റുകളും കാടുകളുടെ ഉള്ളിലാണ്, അല്ലെങ്കിൽ കാടുകളിലൂടെ മാത്രം കടന്നു പോകാൻ പറ്റുന്ന വഴികളുള്ള എളുപ്പ വഴികളൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവര് ഈ കാട്ടിലുള്ള മൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയരാകാൻ സാധ്യതയുള്ളവരാണ്. കൂടാതെ പുതുതായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ കാട് അതിരുകളിൽ താമസിക്കുന്ന ആളുകളുടെ ജീവന് കൂടി അപകടം വരുന്ന വിധത്തില് കടുവകളുടെ ആയാലും. ഒരിക്കലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മാനേജേഴ്സിനെ പറ്റിയിട്ടൊന്നും കേരളത്തിന്റെ സമീപ കാലത്തൊന്നും നമ്മൾ കേൾക്കാതെയാണ്. അങ്ങനെ മനുഷ്യരെ ഭക്ഷിക്കുന്ന കടുവകൾ ഒക്കെ വരിക എന്ന് പറയുന്നത് പുതിയ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള കാരണങ്ങളിൽ എന്തായിരിക്കും ഇതിന് യഥാർത്ഥ കാരണം എന്നുള്ളത് കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങളിലേക്ക് സർക്കാരുകളെ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിലും കാര്യമില്ല. അത്തരത്തിലുള്ള നൂതന ആശയങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. പദ്ധതികൾ വികസിപ്പിക്കാനും നടപ്പിലാക്കാനുമുള്ള ഒരു സാധ്യത നിലവിൽ നമുക്ക് സാധ്യമാണോ? വളരെ സങ്കീർണമാണ്. നമ്മൾ ആര് വിചാരിച്ചാലും വളരെ പെട്ടെന്നൊന്നും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് കരുതുന്നില്ല ഞാൻ. അതായത് ആനകളുടെ കാര്യത്തിൽ മാത്രമല്ല, പലതരത്തിലുള്ള മൃഗങ്ങളിൽ നമ്മുടെ കേരളത്തിലെ വനാതിർത്തി 29% നമ്മുടെ വനമുണ്ട് പശ്ചിമഘട്ടത്തിനോടനുബന്ധിച്ചിട്ട് തന്നെ. അതിനോടൊക്കെ ചേർന്നിട്ട് ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത അത്രയും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കാട് അതിരുകളോട് ചേർന്ന് തന്നെ അവർ കൃഷിയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാടുകളുടെ ഒരു അതിര് എന്ന് പറയുന്നതും ഉള്ളിലോട്ട് കയറിയും പുറത്തേക്ക് ഇറങ്ങിയും ചിലപ്പോൾ ചുറ്റും കാടായിട്ട് അല്ലെങ്കിൽ ചുറ്റും നാടായിട്ടൊക്കെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ഒരു അതിരുകളും കൂടിയാണുള്ളത്. നമുക്ക് ചെയ്യാവുന്നത് മൃഗങ്ങൾ പുറത്തേക്ക് വരുന്നത്, കാട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നത് തടയുക എന്നുള്ളതാണല്ലോ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എപ്പോഴും ചർച്ച ചെയ്യുന്നത്. അതിന് ചെയ്യാവുന്നതും പലതരത്തിലുള്ള മൃഗങ്ങളാണ് നമുക്കുള്ളത്. ഒരു തരത്തിലുള്ള വേലികൾ കൊണ്ടും പരിഹാരമില്ലാതെയാണ് പുലിയും കടുവയും പോലെയുള്ള ജീവികൾ. അവ കടക്കാതിരിക്കാനുള്ള വേലികൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതുള്ളത് ആനകളാണ്. ആനകളെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ കരുതുന്ന വിധത്തിലുള്ള വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മൃഗം കൂടിയാണ്. കിടങ്ങുകളായാലും നമ്മളെ വേലികളായാലും മതിലുകളായാലും ഒക്കെ പൊളിക്കാനുള്ള അനുഭവങ്ങളിലൂടെ അത് പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോ കൂടാതെ നമ്മുടെ ടെറൈനുകളുടെ പ്രത്യേകതയുണ്ട്. പലതരത്തിലുള്ള സ്ഥിതികളുള്ള പ്രദേശങ്ങളിലൂടെ ഒക്കെ നമ്മുടെ ഈ വനപ്രദേശങ്ങളുണ്ട്. അപ്പം ചതുപ്പുകളുണ്ട്, പുഴകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിലൊക്കെ പൂർണ്ണമായിട്ടും ഈ ജനവാസ പ്രദേശങ്ങളിലേക്ക് ആനകൾ എത്താത്ത വിധത്തിലുള്ള കിടങ്ങുകളോ വലിയ മതിലുകളോ പണിയുക, ആ സംവിധാനങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇതിനെ തടയാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ശ്രീ വിജയകുമാർ ഞാൻ ഇടപെടുന്നത്. നന്ദി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന്.